Welcome to Clubmouse, the future of blockchain technology and digital finance. ഒരിക്കൽ കൂടി വ്യക്തമായി പറയാം, നമ്മൾ കൊണ്ടുവന്ന ഒരു വ്യക്തി മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ മാത്രം $3000 ഉണ്ടായിട്ട് കാര്യമില്ല. ഈ മൂന്നാമത്തെ ലെവലിൽ വരുമാനം കിട്ടാനായിട്ട് നമുക്ക് 5 ഡയറക്ട് റഫറൽ ഉണ്ടായിരിക്കണം. അത് $100 ആയാലും കുഴപ്പമില്ല. നമ്മൾ നേരിട്ട് കൊണ്ടുവരുന്ന വ്യക്തി $1000 10,000 ചെയ്യണമെന്നുള്ള ഒരു കണ്ടീഷൻ ഇല്ല. നമ്മളുടെ പേഴ്സണൽ ഇൻവെസ്റ്റ്മെന്റ് 100 എന്നുള്ളത് 500 ആക്കണമെന്നോ 1000 ആക്കണമെന്നുള്ള ഒരു ക്രൈറ്റീരിയ ഇല്ല. എന്നാൽ നമ്മളുടെ 3 ലൈനുകൾ പ്രവർത്തിക്കുന്നതായിരിക്കണം. അതാണ് അതിന്റെ അർത്ഥം, എന്ന ചുരുക്കം. നമ്മൾ കൊണ്ടുവന്നതിൽ മിനിമം 3 ലൈനെങ്കിലും, ഈ 5 പേരെ കൊണ്ടുവന്നതിൽ 3 ലൈനെങ്കിലും പ്രവർത്തിക്കുന്നതായിരിക്കണം. കൊണ്ടുവന്നവർ 100 അവർ കൊണ്ടുവന്നവർ 100, അതിന് താഴേക്ക് 100 ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ 3 ലൈനിലായിട്ട് നമുക്ക് $3000 ബിസിനസ് ഉണ്ടായിരിക്കണം. ഈ ഒരു മേഖല മാത്രമാണ് നമുക്ക് കുറച്ച് ക്രൈറ്റീരിയ ഉള്ളത്. ഇനി അങ്ങോട്ടേക്കൊന്നും നമുക്ക് ഇതുപോലുള്ള ക്രൈറ്റീരിയകളില്ല. ഓൾറെഡി നമുക്ക് 5 ഡയറക്ട് റഫറൽ ഉണ്ട്. ഇനി അങ്ങോട്ട് 6ാമത്തെ ഒരു ഡയറക്ട് റഫറൽ വരുമ്പോൾ നമുക്ക് 4ാമത്തെ ലെവൽ ഓപ്പൺ ആവും. 7ാമത്തെ വരുമ്പോൾ നമുക്ക് 5ാമത്തെ ലെവൽ ഓപ്പൺ ആവും. 8ാമത്തെ വരുമ്പോൾ അതിനർത്ഥം ഓരോ ഡയറക്ട് റഫറൽ കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ ആനുപാതികമായി നമ്മളുടെ താഴേക്കുള്ള ഓരോ ലെവലുകൾ ഓപ്പൺ ആയിക്കൊണ്ടേയിരിക്കും. അതൊക്കെ $100 ആയാലും കുഴപ്പമില്ല. ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, ഇവിടെ ഒന്നും നമ്മളുടെ ക്യാപിറ്റൽ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ കൊണ്ടുവരുന്ന ആൾക്കാർ വലിയ എമൗണ്ട് ഇടണമെന്നില്ല. നമ്മുടെ ഫസ്റ്റ് ലെവലിൽ ഇത്ര വരണമെന്നില്ല, സെക്കൻഡ് ലെവലിൽ ഇത്ര വരണമെന്നില്ല, ഒന്നുമില്ല. നമുക്ക് ഡയറക്ട് റഫറൽ ഓരോന്ന് കൂടുന്നതിനനുസരിച്ച് ആനുപാതികമായി നമ്മളുടെ താഴേക്കുള്ള ഓരോ ലെവലും ഓപ്പൺ ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, 4ാമത്തെ ലെവൽ നമുക്ക് 10% കിട്ടുക കസ്റ്റമർ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ. ROI അല്ല, ശ്രദ്ധിക്കുക. ഇവിടെയൊക്കെ നമ്മൾ പറയുന്നത് കസ്റ്റമർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ അടിസ്ഥാനപ്പെടുത്തിയാണ്. കസ്റ്റമർ 4ാമത്തെ ലെവൽ ഒരു പക്ഷേ ഒരു 50 കോടിയോ അല്ലെങ്കിൽ 15 കോടിയൊക്കെ ഉണ്ടാവാം. അതിന്റെ 10% നമുക്ക് കിട്ടും. 5ാമത്തെ ലെവൽ 7%, 6 മുതൽ 10 വരെ 5%, 11 മുതൽ 15 വരെ 3%, 16 മുതൽ 20 വരെ 1% ലഭിക്കും. അപ്പൊ നമുക്ക് 2 വരുമാനം കഴിഞ്ഞു. റഫറൽ കമ്മീഷൻ കഴിഞ്ഞു, ലെവൽ കമ്മീഷൻ കഴിഞ്ഞു. ഇനി 3ാമത്തെ വരുമാനം എന്ന് പറയുന്നത് റാങ്കിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. ഇവിടെ നമ്മുടെ ഗ്രൂപ്പിന്റെ ബിസിനസ് സോളിറ്റി അടിസ്ഥാനമാക്കി. നമ്മൾ നേരത്തെ പറഞ്ഞു ലെവൽ കമ്മീഷൻ കിട്ടാനൊന്നും അല്ലെങ്കിൽ റഫറൽ കമ്മീഷൻ കിട്ടാനൊന്നും ഒരു ക്രൈറ്റീരിയ ഇല്ല എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് നമ്മളുടെ ബിസിനസ് സോളിറ്റിനെ അടിസ്ഥാനമാക്കിയ റാങ്കുകൾ വരുന്നു. ഒന്നാമത്തെ റാങ്കിന്റെ പേര് അനലിസ്റ്റ് ആണ്. അവിടെ $1000 ആണ് നമുക്ക് കിട്ടാനുള്ള എലിജിബിലിറ്റി. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മുടെ പേഴ്സണൽ ഇൻവെസ്റ്റ്മെന്റ് $100 ആയാൽ മതി, കുഴപ്പമില്ല. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് 3ാമത്തെ ലെവൽ ഓപ്പൺ ആവാനായിട്ട് 5 റഫറൽ, അതിവിടെ 5 ഡയറക്ട് റഫറൽ ഉണ്ടായിരിക്കണം. തുടർന്ന് നമ്മുടെ ടീം സൈസ് അല്ലെങ്കിൽ നമ്മുടെ ടീമിലെ ബിസിനസ് വോളിയം $10,000 വരുമ്പോൾ ഈ $1000 മൂന്നിലൊന്നായിട്ടുള്ള ഷെയർ $300 ലഭിക്കും. നമുക്ക് ഈ $1000 അവാർഡ് ലഭിക്കുന്നത് മൊത്തം $30,000. നാം ഇന്നലെ വരെ കണ്ടുള്ള പല പ്രൊജക്ടുകളിലും കമ്പനി പലതരത്തിലുള്ള ഓഫറുകളും വെക്കും. അതിനുവേണ്ടി ശ്രമിക്കുന്നതിൽ 95% ആൾക്കാർ പരാജയപ്പെടും, 5% ആൾക്കാർ മാത്രം അത് നേടും. ആ നേടാതെ പോകുന്ന ആൾക്കാരുടെ ബിസിനസ് വോളിയാണ് കമ്പനിയുടെ ലാഭം എന്ന് പറയുന്നത്. എന്നാൽ നേരെ തിരിച്ച് ഇവിടെ എങ്ങനെയല്ല. നമുക്ക് അനലിസ്റ്റ് റാങ്ക് അടിക്കാനായിട്ട് അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാനായിട്ട് മൊത്തം വേണ്ടത് $30,000 ആണ്. അവിടെ നമുക്ക് $1000 കിട്ടും. എന്നാൽ $30,000 എത്താൻ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട. അതിന്റെ 3 മൂന്നിലൊന്ന് അച്ചീവ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ 1/3 അവാർഡ് തുക നമുക്ക് $300 കിട്ടും. വീണ്ടും 10,000 കൂടെ വീണ്ടും ഒരു $10,000 വന്നു, $20,000 ആകുമ്പോൾ എഗൈൻ $350 കിട്ടും. വീണ്ടും മൂന്നാമത്തെ 10,000, ടോട്ടൽ നമ്മുടെ ബിസിനസ് വോളിയം 30,000 ആകുമ്പോൾ അനലിസ്റ്റ് റാങ്കിലെ മൊത്തം തുകയെ നമുക്ക് കിട്ടി തരും. അപ്പൊ 10,000 എത്തുമ്പോൾ തന്നെ നമ്മൾ അനലിസ്റ്റ് റാങ്ക് ആയി കഴിഞ്ഞു. എന്നാൽ ഈ $1000 കിട്ടുന്നത് അത് 3 ഘട്ടങ്ങളായിട്ടാണ്. $30,000 ടോട്ടൽ ബിസിനസ് വോളിയം ആകുമ്പോഴാണ് പൂർണ്ണമായിട്ട് ലഭിക്കുക. ഓക്കെ, സെക്കൻഡ് ലെവലിന്റെ റാങ്കിന്റെ പേര് നാവിഗേറ്റർ എന്നാണ്. ഓൾറെഡി നമുക്ക് റഫറൽ കമ്മീഷനും ലെവൽ കമ്മീഷനും $30,000 $1,000 റാങ്ക് ബോണസ് എല്ലാം കിട്ടുമ്പോൾ ഒരു $3,000 കൂടുതൽ വരുമാനം കിട്ടിക്കാണും. ആ സമയത്ത് നമ്മളുടെ പേഴ്സണൽ ഇൻവെസ്റ്റ്മെന്റ് 100-ൽ നിന്ന് ഒരു 150 കൂടെ ചേർത്ത് 250 ആക്കുക. ക്രൈറ്റീരിയ ഇവിടെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് 250 ആയിരിക്കണം. ഇവിടെ നമുക്ക് ടോട്ടൽ ലഭിക്കുന്നത് $1,500 ആണ് അവാർഡ് തുക. അത് $80,000 എത്തുമ്പോഴാണ്. എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 80,000 വരെ എത്തേണ്ട. 30,000 കൂടെ ഒരു 10,000 കൂടെ വന്നു. നമ്മളുടെ ടീം വോളിയം 40,000 ആകുമ്പോൾ തന്നെ നമ്മൾ റാങ്ക് അനലിസ്റ്റ് മാറി നാവിഗേറ്റർ ആവുന്നു. ഒപ്പം ഈ 1,500 മൂന്നിലൊന്ന് വീതമായിട്ടുള്ള 500 ലഭിക്കുന്നു. എഗൈൻ $20,000 വന്ന് 60,000 ആകുമ്പോൾ അടുത്ത 500 ലഭിക്കുന്നു.
80,000 ആകുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് ആ 1,500 ലഭിച്ചിട്ടാം. അപ്പോൾ 2 റാങ്ക് കൊണ്ട് നമുക്ക് 1000 പ്ലസ് 1,500 റാങ്ക് കിട്ടി, റെഫറൽ കിട്ടി, ലെവൽ ഇൻകം കിട്ടി. ഓക്കെ, മൂന്നാമത്തെ റാങ്കിന്റെ പേര് ട്രേഡർ എന്നാണ്. ഇവിടെ നമ്മുടെ പേഴ്സണൽ ഇൻവെസ്റ്റ്മെന്റ് 500 ആയിരിക്കണം. നമ്മൾക്ക് $80,000 ബിസിനസ് വോള്യത്തിൽ നിന്ന് ഒരു $20,000 വർദ്ധിപ്പിച്ച് $1,00,000 എത്തുമ്പോൾ നമ്മൾ ട്രേഡ് റാങ്കിൽ എത്തുകയും $3,000 എലിജിബിലിറ്റിയിൽ നിന്ന് ആദ്യത്തെ വിഹിതമായിട്ടുള്ള $1,000 ലഭിക്കും. ഇനി അങ്ങോട്ട് നമ്മളെ ടീമില് അച്ചീവറെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡ്യൂട്ടി. ഇതൊരു ടീം സഹായിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിജയിപ്പിച്ചുകൊണ്ട് നമ്മൾ വിജയിക്കേണ്ട ബിസിനസ്സാണ്. നാം മാത്രം നേടിയ പോലെ നമ്മുടെ ടീമിൽ ഏതെങ്കിലും ഒരു ലൈനിൽ ഒരു ട്രേഡറെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടാമത്തെ വീതമായിട്ട് $1,000 കിട്ടും. നമ്മൾ രണ്ടാമത്തെ ഏതെങ്കിലും ടീമിൽ ഒരു ട്രേഡറെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ 1,000, അങ്ങനെ ടോട്ടൽ $3,000. ഇവിടെ മുതൽ അങ്ങോട്ടേക്കെല്ലാം നമ്മുടെ ടീമിൽ അച്ചീവറെ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ലഭിക്കുക. അടുത്ത റാങ്കിന്റെ പേര് കമാൻഡർ ആണ്. അവിടെ നമുക്ക് $6,000 മൊത്തം കിട്ടേണ്ടത്. നേരത്തെ നമ്മൾ 2 ട്രേഡറെ പറഞ്ഞു, മൂന്നാമതൊരു ട്രേഡറെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കമാൻഡറായി. അവിടെ നമുക്ക് $2,000 ഫസ്റ്റ് ഗഡു കിട്ടും. നമ്മുടെ ടീമിൽ ഏതെങ്കിലും കമാൻഡറെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഗഡുവും, വേറെ ഏതെങ്കിലും ഒരു ലൈനിൽ ഒരു കമാൻഡറെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത 2,000 കിട്ടും. മൊത്തം 6,000. അടുത്ത റാങ്ക് മുതൽ നമുക്ക് സാലറി സ്റ്റാർട്ട് ചെയ്യണം. ക്യാപ്റ്റൻ മുതൽ നമ്മുടെ ബിസിനസ് വോളിയം എല്ലാ മാസവും $2,00,000 ബിസിനസ് വോളിയം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് $2,000 എല്ലാ മാസവും സാലറി സ്റ്റാർട്ട് ചെയ്യും. ഇനി മുതൽ അങ്ങോട്ടേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാളും സ്വപ്ന സമാനമായ ഇൻകമാണ് കിട്ടുന്നത്. ചാമ്പ്യൻ റാങ്കിൽ എത്തുന്നതോടുകൂടി നമുക്ക് വൺ ടൈം റിവാർഡ് $1,00,000 മാസം $10,000 സാലറി സ്റ്റാർട്ട് ചെയ്യും. അഗെയിൻ ഐക്കൺ ഏറ്റവും ടോപ്പ് മോസ്റ്റ് റാങ്ക് ആണ്. അവിടെ നമുക്ക് $5,00,000 റിവാർഡും $50,000 മന്ത്ലി സാലറിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കിട്ടുന്നതാണ്. അപ്പൊ ഇൻവെസ്റ്റർക്ക് ഒരു വിഷമം ഉണ്ടാവും, ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണല്ലോ ഇവർക്കൊക്കെ കിട്ടുന്നത്, എനിക്കൊന്നും കിട്ടുന്നില്ലേ. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റർക്കായിട്ട് ഒരു ഹൈ ഈൽഡ് പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. അഥവാ ഒരു പ്രിവിലേജ് കസ്റ്റമർ എന്നുള്ള ഒരു അവസരം അവർക്ക് കൊടുത്തിട്ടുണ്ട്. $2,00,000 അതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്ന വ്യക്തിക്ക് നമ്മൾ നേരത്തെ കസ്റ്റമറുടെ പ്ലാൻ പറഞ്ഞതിന് അനുസരിച്ച് ഡെയിലി 0.5% വീതം അല്ലെങ്കിൽ മന്ത്ലി 15% വീതം 13 മാസമാണ് അവരുടെ ക്യാപിറ്റൽ ഡബിൾ ആകുന്നതോടൊപ്പം തന്നെ അവർക്ക് ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പേ ഔട്ട് മന്ത്ലി ഒരു $1,250 വീതം ഈ 13 മാസം ലഭിക്കും. അഥവാ അവർക്ക് ഈ പറഞ്ഞ കാലയളവ് പൂർത്തിയാവുന്നവരെ എല്ലാ മാസവും അധികമായിട്ട് ഒരു $1,250 ലഭിക്കുന്നതാണ്. ഇനി എന്തൊക്കെയാണ് ഇവിടെ ഹൈലൈറ്റ്സ്? ഒന്ന്, ഒരു കസ്റ്റമറെ സംബന്ധിച്ച് ഒരു 2x റിട്ടേൺ പ്ലാൻ ആണ്. അവൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക അവന് 13 മാസം ഡബിൾ ആവും. പ്രൊമോട്ട് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 20% വരെ റെഫറൽ കമ്മീഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി ഏറ്റവും കീ വേർഡ് എന്ന് പറയുന്നത് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതെന്താണ് അടുത്ത് ഇതിൽ പറയാം. കൂടാതെ പ്രസ്റ്റീജ് പേ ഔട്ട് നമുക്ക് $50,000 കിട്ടും. ഓൺ ബ്ലോക്ക് ചെയിൻ എക്കോസിസ്റ്റം ഉണ്ട്. മറ്റുള്ള കമ്പനി പറഞ്ഞാൽ ടോക്കൺ കൊണ്ടല്ല ഫീൽഡിലേക്ക് വരുന്നത്. വ്യക്തമായ കാഴ്ചപ്പാടോടും ലക്ഷ്യത്തോടും റോഡ് മാപ്പോടും കൂടിയാണ് പ്രൊജക്ട് മുന്നോട്ട് സഞ്ചരിക്കുന്നത്. എന്നാൽ എന്നെ ആകർഷിച്ച ഏറ്റവും വലിയ ഘടകം ബാക്ക്ഡ് ബൈ ട്രഡീഷണൽ ബിസിനസ്. ഞാൻ ഈ ക്രിപ്റ്റോ ഇൻഡസ്ട്രിയിൽ ശേഷം 10 വർഷത്തിൽ കൂടുതൽ പ്രവർത്തിക്കുന്നു. USDT എന്ന സ്റ്റേബിൾ കറൻസി ഒഴികെ ബാക്കി എല്ലാ ക്രിപ്റ്റോ പ്രോജക്റ്റും, അത് സ്വന്തം ബ്ലോക്ക് ചെയിൻ ഉള്ളവയാണെങ്കിലും അല്ല ടോക്കൺസ് ആണെങ്കിലും, അവർക്ക് ബാക്കപ്പ് റേഷ്യോ അഥവാ റിസർവ് റേഷ്യോ അല്ലെങ്കിൽ ആ അസറ്റിനെ പുറകിൽ നിന്ന് പിന്തുണയ്ക്കുന്ന ഒരു തരത്തിലുള്ള അസറ്റും അവർക്ക് ഉണ്ടായിരിക്കില്ല. ഇതൊരു ആശയം മാത്രമാണ്. അതൊരു പക്ഷേ ബിറ്റ്കോയിന് വില 1 കോടി ആയത് നാളെ വേണേൽ 0ലേക്ക് വരാം. ഏത് ക്രിപ്റ്റോ അങ്ങനെ തന്നെയാണ്. അതിനേക്കാൾ ശക്തമായ ആശയം അല്ലെങ്കിൽ പുതിയൊരു ടെക്നോളജി മുമ്പിൽ വരുമ്പോൾ ഇതൊരു പക്ഷെ നാളെ 0 ആവാം. എന്നാൽ USDT സ്റ്റേബിൾ കറൻസി എന്ന് വിളിക്കുന്നത് പോലെ ഇവിടെ നമുക്ക് ട്രഡീഷണൽ ബിസിനസിന് ബാക്കപ്പ് ഉള്ളതുകൊണ്ട് നമ്മളുടെ അസറ്റ് ഒരിക്കലും ഇതൊരു ബബിൾ പോലെ താഴേക്ക് തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയുമില്ല. 100% സേഫ് ആൻഡ് സെക്യൂർ എന്നുള്ള നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് സൂചിപ്പിക്കാനുള്ള കാരണം ഇതാണ്. ഇനി ഇങ്ങനെ പ്രൊജക്ടുകൾ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നതിന്റെ റോഡ് മാപ്പിനെ അടിസ്ഥാനമാക്കിയാണ്. ഇത് 5 ഫേസ് ആയിട്ടാണ് ഇതിന്റെ വളർച്ച ഘട്ടങ്ങളുള്ളത്. ഒന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് 2023 ആരംഭിച്ചത്. അന്ന് ക്ലബ് മോസിന്റെ ബ്ലോക്ക് ചെയിനും മോസ്കോയിൽ ലോഞ്ച് ചെയ്തു. ക്രോസ് ചെയിൻ സപ്പോർട്ട് ആ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് ആരംഭിച്ചു. ട്രേഡ് മോസിന്റെ അലയൻസ് ആരംഭിച്ചു.
ബ്ലോക്ക് ചെയിൻ ഇൻഫ്രാസ്ട്രക്ചർ ആരംഭിച്ചു. ഇതൊക്കെ ഒന്നാമത്തെ ഫേസിൽ 2023 തുടങ്ങിയ ഓരോ കാര്യങ്ങളാണ്. ഇതൊക്കെ ഓൾറെഡി ആ റോഡ് മാപ്പിൽ പറഞ്ഞതനുസരിച്ച് വരെ ഇതുവരെ നടന്നു കഴിഞ്ഞു. ഓക്കെ, രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് 2024 കഴിഞ്ഞ വർഷമാണ്. അവിടെ അത് ആരംഭിച്ചത് ഇനിഷ്യൽ എക്സ്ചേഞ്ച് ഓഫറായി. മോസ്കോന്റെ ലോഞ്ചിങ്ങും ടോക്കൺ സ്വാപ്പ് സിസ്റ്റവും അതുപോലെ സ്മാർട്ട് കോൺട്രാക്റ്റുകളും ഡി ആപ്പുകളും ഒക്കെ ഈ ബ്ലോക്ക് ചെയിനിൽ ക്രിയേറ്റ് ആയി. അതായത് ഈ ബ്ലോക്ക് ചെയിൻ മറ്റുള്ള കമ്പനി പറയുന്നവരെ ഞങ്ങൾ നാളെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നല്ല, പകരം ഇത് ഓൾറെഡി എല്ലാം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ബ്ലോക്ക് ചെയിൻ എക്സ്പ്ലോറർ പരിശോധിക്കാം. moscan.com എന്നുള്ള ആ ഒരു എക്സ്പ്ലോറിൽ പോയാൽ ഇതിലെ ഓരോ ട്രാൻസാക്ഷനും എത്ര പെർ സെക്കൻഡ് സ്പീഡിലാണ് ആ ട്രാൻസാക്ഷൻ നടക്കുന്നത് ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നടപ്പ് വർഷം മൂന്നാമത്തെ ഫേസ് 2025 എന്തൊക്കെ നടന്നു? ക്ലബ് മോസിന്റെ സ്റ്റേബിൾ കോയിൻ, നമ്മൾ നേരത്തെ USD മോസ് എന്ന് പറയുന്നു, അത് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. എക്കോ സിസ്റ്റം പുതിയ ടോക്കൺ ടിയ ടോക്കൺ ഡോജുവിൻ പോലുള്ള ടോക്കൺ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. സ്വാപ്പ് അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് നടന്നു. അതുപോലെ തന്നെ ഗെയിമിംഗ് പ്ലാറ്റ്ഫോം ഇതിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഇപ്പൊ നമുക്കിപ്പോ ദുബായ് പ്രോഗ്രാം വരുന്നു, അതോടുകൂടി എല്ലാ അനൗൺസ്മെന്റുകൾ വരും. ഏകദേശം 8 ലക്ഷത്തോളം കമ്മ്യൂണിറ്റി ഉള്ള 15-ലധികം രാജ്യങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ ലോട്ടോയും കാസിനോ സിസ്റ്റം നമുക്ക് ടൈപ്പ് ആയി ബ്ലോക്ക് ചെയിനിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഡോജുവിൻ എന്ന് പറഞ്ഞ ടോക്കണിലൂടെയാണ് അത് നടക്കുന്നത്. അതുപോലെ ഇനി വരാനിരിക്കുന്നത് ഈ വർഷം അവസാനം ഡിസംബറോടുകൂടി നമ്മുടെ ടോക്കണിന്റെ ലിസ്റ്റിംഗ് പ്രോസസ്സും യൂട്ടിലിറ്റി പ്രോഗ്രാമുകളാണ്. ഈ 2 ഘട്ടത്തോടെ ബാക്കിയുണ്ട്. 2026 നമുക്ക് മേജർ എക്സ്ചേഞ്ചുകൾ ലിസ്റ്റിങ്ങും NFT മാർക്കറ്റ് പ്ലേസ് ലോഞ്ച്, ഗ്ലോബൽ ക്രിപ്റ്റോ ക്ലബുകൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് പ്രോഗ്രാമിൽ വെച്ച് തന്നെ MCA നമുക്ക് പുതിയൊരു ക്ലബിനെ കുറിച്ച് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ മാർക്കറ്റ് പ്ലേസുകൾ ഇതിലേക്ക് വരാൻ പോവാണ്. നമ്മളൊരു ബ്ലോക്ക് ചെയിൻ എപ്പോഴാണ് വിലയിരുത്തുന്നത്? ഇന്നലെ വരെ അവർ പറഞ്ഞ റോഡ് മാപ്പിലെ ഓരോ കാര്യങ്ങളും അതാത് സമയം ടൈം ബൗണ്ടഡ് ആയിട്ട് നടപ്പിലാക്കിയോ എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് വിശ്വസിക്കുന്നത്. അല്ലാതെ ബിറ്റ്കോയിൻ മുതലാളിയെ കണ്ടിട്ടോ ഷിബൈന്റെ മുതലാളിയെ കണ്ടിട്ടോ അതും അല്ലെങ്കിൽ ഹെക്സിന്റെ കറൻസിയുടെ ഹെക്സിഗൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്യാം. ലോകത്തിലെ ഏറ്റവും വലിയൊരു ക്രിപ്റ്റോ കമ്മ്യൂണിറ്റിയാണ് ഹെക്സിഗൻസ്. അവരൊക്കെ മുതലാളിമാർ രംഗത്തേക്ക് വന്നിട്ടല്ല, പകരം ആ റോഡ് മാപ്പിനെ അടിസ്ഥാനമാക്കിയാണ് ആൾക്കാർ അതിനെ വിലയിരുത്തുന്നതും അതിന്റെ പ്രോഗ്രാമുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇവിടെ 2023 മുതൽ 25 വരെയുള്ള 3 വർഷ കാലയളവിലെ ഓരോ ഘട്ടങ്ങളും അല്ലെങ്കിൽ 3 ഫേസും അവർ കൃത്യമായി നടപ്പിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ള 2026 2027 എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ഘട്ടമാണ്. ഇവിടെ നമുക്ക് പേയ്മെന്റ് ഗേറ്റ് വേ വരുന്നു. നിങ്ങൾ ആലോചിക്കുക, ഇന്ന് ലോകത്തിലെ സമ്പദ് മേഖലയിലെ ടേൺ ഓവർ ഫോറക്സ് ട്രേഡിംഗ് എത്ര $1 ട്രില്യൺ ഇൻഡസ്ട്രിയാണ് എന്നൊക്കെ നിങ്ങൾ നോക്കുക. ആ ഒരു ഇൻഡസ്ട്രി ഇതിലേക്ക് കടന്നു വരുമ്പോൾ ഇന്ന് 4 ട്രില്യൺ ക്രിപ്റ്റോ കറൻസിയുടെ ടോട്ടൽ ടേൺ ഓവർ ഉള്ളത്. അത് ഒരുപക്ഷെ 40 ട്രില്യണിലേക്ക് എത്തും. അപ്പോഴാണ് ഈ ഒരു ഇൻഡസ്ട്രിയുടെ വളർച്ചയും ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ നേടാൻ പറ്റും, എന്തൊക്കെയാണ് സാധ്യത എന്ന് സമൂഹം തിരിച്ചറിയാൻ പോകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഏർലി ബേർഡ്സ് ആണ്. ഓക്കെ, ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്ത എയർ ഡ്രോപ്പുകൾ വരുന്നു. മോഡുലാർ ബ്ലോക്ക് ചെയിൻ അതിന്റെ പൂർണ്ണമായിട്ടുള്ള സംവിധാനത്തിലേക്ക് എത്തുന്നു. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഡീസെൻട്രലൈസ് പ്ലാറ്റ്ഫോമുകൾ ഡാവോ സിസ്റ്റത്തിലാണ് പ്രവർത്തിക്കുക. അതായത് ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചുള്ള ആ മാനേജ്മെന്റിന്റെ കൺട്രോളിൽ നിന്ന് പൂർണ്ണമായിട്ട് കമ്മ്യൂണിറ്റിയുടെ കൺട്രോളിലേക്ക് മാറുന്നു. ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുന്ന ഓരോ വ്യക്തിക്കും അതിന്റെ വോട്ടിംഗ് അധികാരത്തിന് അല്ലെങ്കിൽ അതിന് അധികാരം ഉണ്ടായിരിക്കും, വോട്ടിങ്ങിൽ പങ്കെടുക്കാം, ഡിസിഷൻ മേക്കറായി മാറാൻ പറ്റും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശ്വസനീയമായ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാകാനും അതിൽ വരുമാനം ഉണ്ടാക്കുന്ന അവസരമാണ്. ഇനി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാ കാര്യങ്ങളും ഇതുവരെയുള്ളതെല്ലാം പൂർണ്ണമാണ്. clubmos.com നമുക്ക് ആ സൈറ്റ് പരിശോധിക്കാം. ഇതിന്റെ എക്സ്പ്ലോറർ അഥവാ moscan.com പരിശോധിക്കാം. ഇനിഷ്യൽ എക്സ്ചേഞ്ച് ഓഫറിനെ കുറിച്ച് പറഞ്ഞു, അത് നമുക്ക് moscoin.net പരിശോധിക്കാം. സ്വാപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ swapmos.com പരിശോധിക്കാം. അതുപോലെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് പ്രോഗ്രാം അല്ലെങ്കിൽ ഈ പ്രൊജക്ടിന്റെ പേര് ട്രേഡ്മോസ്, ആ കാര്യങ്ങൾ നമുക്ക് trademos.net പരിശോധിക്കാം. ഇങ്ങനെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് കാര്യവും നമുക്ക് ഓൺലൈൻ പരിശോധിക്കാനുള്ള അവസരങ്ങളുണ്ട്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുമ്പിൽ പുതിയൊരു യുഗത്തിന്റെ വാതായനം തുറന്നു കിട്ടിയിരിക്കുകയാണ്. തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. എനിവേ, ഈ ടെക്നോളജിയുടെ ഭാഗമാകാനും ഇതിലൂടെ നമുക്ക് നഷ്ടപ്പെട്ട പല അവസരങ്ങളും തിരിച്ചു പിടിക്കാനുള്ള
അവസരത്തെ കൈമുതലാക്കിക്കൊണ്ട് വിജയിക്കാൻ സർവശക്തി നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ഈ പ്രസന്റേഷൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.